ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ക്രിയേറ്റ് യുവർ ഓൺ ഫാഷൻ വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ടോപ്പ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. വെറും ടോപ്പല്ല, ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് മാറിയേക്കുന്ന ഡെങ്കിരി ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം വളരെയധികം ട്രെൻഡായിട്ടുള്ളൊരു ടോപ്പാണ് ഡെങ്കിരി എന്ന് പറയുന്നത്. എല്ലാവരും യൂസ് ചെയ്യാനും എല്ലാവർക്കും ഇടാനും ഒത്തിരി താല്പര്യമുള്ളൊരു ഡ്രസ്സാണ് ഇപ്പോൾ ഡെങ്കിരി. ഞാനിവിടെ കോട്ടൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. 3 മീറ്ററാണ് എടുത്തേക്കുന്നത്. നമുക്കപ്പോൾ ഫസ്റ്റ് യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ നമ്മൾ എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് ആ ലെങ്തിനനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടാം. ഇപ്പം യോക്ക് പാർട്ട് ഞാനിവിടെ 15 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് സീം അലവൻസ് കൂടി ഇട്ട് 16 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ യോക്ക് പാർട്ടിന് എത്ര ലെങ്ത് വേണമെന്ന് വെച്ചാൽ അത്രയും എടുക്കാം. ഞാനിവിടെ എനിക്ക് 15 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് സീം അലവൻസ് ഇട്ട് 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 7.5 ഇഞ്ചാണ് എൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഞാൻ താഴോട്ടും 7.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നെക്കിൻ്റെ ലെങ്ത് ഞാൻ 7.5 ഇഞ്ച് തന്നെയാണ് എടുത്തേക്കുന്നത്. ആം ഹോളിൻ്റെ സെയിം ലെങ്ത് തന്നെയാണ് ഞാൻ നെക്കിന് ഫ്രണ്ട് നെക്കിനും മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. 7.5 എടുക്കാം, 7 എടുക്കാം, 8 ഇഞ്ച് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെക്ക് ഇറക്കി എടുക്കാം. ഇനി നമ്മൾ സ്ട്രാപ്പിൻ്റെ മെഷർമെൻറ്റാണ് എടുക്കാൻ പോകുന്നത്. കറക്റ്റായിട്ട് നമുക്ക് സ്ട്രാപ്പിൻ്റെ മെഷർമെൻറ്റ് വേണം. ഇറങ്ങിപ്പോകാനും പാടില്ല, കൂടിപ്പോകാനും പാടില്ല. നല്ല കറക്റ്റായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് നമ്മൾ എടുക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എത്രയാണോ നമുക്ക് ഷോൾഡർ മെഷർമെൻറ്റ് വന്നത് അതിൻ്റെ പകുതി എടുക്കുക. എനിക്കിവിടെ 7 ഇഞ്ചാണ് വന്നേക്കുന്നത്. അതിൻ്റെ പകുതി 3.25 ഇഞ്ച് കറക്റ്റായിട്ട് വരയ്ക്കുക. നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അതിൻ്റെ പകുതി. 8 വരുന്നതെങ്കിൽ 4 എടുക്കുക. അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ സെൻറ്റർ കണ്ടുപിടിച്ച് നമ്മൾ ഒരു ലൈൻ ഇട്ട് വെക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ട്രാപ്പ് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാനുള്ള മെഷർമെൻറ്റാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആം ഹോളിൻ്റെ അവിടുന്ന് 2 ഇഞ്ച് ഇങ്ങോട്ട് തൊട്ടിപ്പുറത്തോട്ട് മാറ്റി നമ്മൾ ലൈൻ വരയ്ക്കുക. ആം ഹോൾ ഫുള്ള് നമ്മൾ ആ കെർവ് ചെയ്ത് നമ്മുടെ ആം ഹോൾ കട്ട് ചെയ്യുന്നിടം വരെ നമ്മൾ 2 ഇഞ്ച് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് ചെയ്ത് വരച്ചെടുക്കുക. നമ്മുടെ ആം ഹോൾ നമ്മൾ ചുരിദാറിൻ്റെ കട്ട് ചെയ്യുന്ന പോലെ കയറ്റിയല്ല, നമ്മൾ കുറച്ചിറക്കിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 ഇഞ്ച് നമ്മൾ ഇറക്കി ആം ഹോളിൻ്റെ അവിടെ തൊട്ട് ഷോൾഡറിൻ്റെ അപ്പുറം നീക്കി നമ്മൾ 2 ഇഞ്ച് എടുക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ആം ഹോൾ കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ആ 2 ഇഞ്ചിൽ കൂടി ആം ഹോൾ കറക്റ്റായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ഇനി നമ്മൾ കറക്റ്റ് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് വരച്ചെടുക്കുക. ഞാനിവിടെ 9.5 ചെസ്റ്റിൻ്റെ അവിടെ എടുത്തിരിക്കുന്നത്. താഴെ ഞാൻ 8 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആ ലൈൻ ഒന്ന് ജോയിൻ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് മെഷർമെൻറ്റ് വരച്ചെടുക്കുക. ഞാനിവിടെ 1.5 ഇഞ്ചാണ് സീം അലവൻസ് ഇടുന്നത്. ഇനി വരച്ച് വെച്ചത് നമുക്ക് നമ്മുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രണ്ടിനേക്കാളും കുറച്ച് കയറ്റിയാണ് ബാക്ക് എടുക്കുന്നത്. 7 ഇഞ്ചാണ് ബാക്കിന് എടുക്കുന്നത്. ഫ്രണ്ടിന് 7.5 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരുപോലെ വേണമെങ്കിലും എടുക്കാം. നമുക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് ഇറക്കിയും ബാക്ക് കയറിയും എടുക്കാം.
നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പം നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടാമത് ചെയ്യാൻ പോകുന്നത് നമ്മൾ എക്സ്ട്രാ സ്ട്രാപ്പ് അല്ലല്ലോ ഫിറ്റ് ചെയ്യുന്നത്, നമ്മൾ ആ ഫാബ്രിക്കിൽ തന്നെ കട്ട് ചെയ്തെടുക്കുമായിരുന്നു. അപ്പം ഒരു പ്ലെയിൻ ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ഡിസൈൻ കൊടുക്കാനായിട്ടാണ് ഈ പീസ് എക്സ്ട്രാ പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു ചെറിയ പ്ലീറ്റഡ് പോലൊരു ഡിസൈന് ആ സ്ട്രാപ്പേ കൊടുക്കാനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഡിസൈൻ ചെയ്യാം, നമ്മുടെ ചോയ്സാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. കുറച്ചൊന്ന് ട്രെൻഡായിട്ട് തോന്നാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു പീസ് കട്ട് ചെയ്ത് ഡിസൈനിൽ എടുത്തേക്കുന്നത്. നമുക്കപ്പോൾ സ്കേർട്ട് പാർട്ട് ചെയ്യാം. സ്കേർട്ട് പാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യോക്കിന് എത്രയാണോ വേസ്റ്റ് മെഷർമെൻറ്റ് കൊടുത്തത് ആ കറക്റ്റ് മെഷർമെൻറ്റാണ് നമ്മൾ സ്കേർട്ടിൻ്റെ വേസ്റ്റിനും കൊടുക്കുന്നത്. നമ്മളിവിടെ എ ലൈൻ ടൈപ്പാണ്, എ ലൈൻ ഡിസൈനിലെ ഡെങ്കിരിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് എടുക്കുന്നത്. ഇനി നമ്മുടെ അങ്ങനെ എ ലൈൻ ടൈപ്പിലെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ടോപ്പ് ഉണ്ടെങ്കിൽ ആ ടോപ്പ് വെച്ച് നമുക്ക് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് അതും താഴ്വശം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സീം അലവൻസ് ഇട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ലൈനിങ് യൂസ് ചെയ്താണ് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. കറക്റ്റായിട്ട് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ബോഡി പാർട്ട് ലൈനിങ് വെച്ച് മെഷർമെൻറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡങ്കിരിയുടെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കട്ട് ചെയ്യുന്ന വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും.